ഞാൻ ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഇത് ഇവിടെ ഇപ്പോൾ എന്തെല്ലാം വെച്ചാൽ പച്ച ചാണകം, വലിയൊരു അടിപൊളി വളം ഉണ്ടാക്കാനാണ് പോകുന്നത്. പച്ച ചാണകം, പിന്നെ കുറച്ച് ഇത് കടലമാവുണ്ട് ഞാനത് കൊടുത്ത് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇത് ഇത് പിന്നെ ഇത് വേപ്പ് പിണ്ണാക്ക്, ഇത് ഇത് കടലൊക്കെ പിണ്ണാക്ക്, അതല്ല അത്രയൊന്നും വേണ്ട, കുറച്ചേ വേണ്ടു. ഞാൻ എടുക്കുന്നത് വേറെ കാണിച്ചു. ഇത് കരിവേപ്പില, പപ്പായ ചപ്പ് വേണ്ട, പപ്പായ ചപ്പ്, ഇതാ കറിവേപ്പില, ഇത് ബസല ചീര, ഇത് സീമക്കൊന്ന, പിന്നെ ആര്യവേപ്പിൻ്റെ ഇല. അതെല്ലാം കൂടിയാണ് ഇപ്പം അരച്ചിട്ട് ഞാൻ എടുത്തിട്ട് വരട്ടെ. ഇത് അരച്ചിട്ട് എടുത്തിട്ട് വരട്ടെ, എന്നിട്ട് നിങ്ങളെ കാണിക്കാൻ ആക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇത് അരക്കാണ്ടിരുന്നാലല്ല പെട്ടെന്ന് നമുക്ക് വളമായിട്ട് വേഗം കിട്ടണമെന്നുണ്ടെങ്കിൽ അരക്കണം. മരുന്നിൻ്റെ പേര് ഒരിക്കലും കൂടി ഞാൻ പറയാം. ഇതെന്തെല്ലാം വെച്ചാൽ ഇത് അരച്ചിട്ടും എടുത്തു. ഇത് ചോറ്, ഇത് ഞാൻ ഓരോന്നായിട്ട് ഇടുകയും ചെയ്യാം. ഇതിനകത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ബക്കറ്റ്, ഈ ബക്കറ്റിലാണ് ഇട്ട് വെക്കുന്നത്. ഇതിട്ട് വയ്യ നീർപ്പിച്ചിട്ട് അടിക്കുക വയ്യ. ഇതിലിപ്പോൾ വയ്ക്കുന്നത് ഈ ചോറ് ഉണ്ടാ, ഇത് അത് അരച്ചതാണ്, ചോറ് അരച്ചതാണ്. പിന്നെ ഇനിയിപ്പോൾ ഇതിനകത്ത് പിന്നെ എന്തെല്ലാം ഇടുന്ന വെച്ചാൽ കുറച്ച് ഒരു ലേശം വേപ്പും പിണ്ണാക്ക്. ഇത് കണ്ടില്ല, ഇത് വേപ്പും പിണ്ണാക്ക് ഒരു ഒറ്റപ്പൊടി മതി, അല്ല ഒരു 2 പൊടി ഇട്ടിട്ടാ. അതേപോലെ കടലപ്പിണ്ണാക്കായത് ഇത് കണ്ടോ, ഇതേപോലെ ഒരു 2 പൊടി കടലപ്പിണ്ണാക്കും. ഇത് ഈ ബക്കറ്റിലേക്കൊന്നല്ല, ഒരുപാട് ബക്കറ്റിലേക്ക് 10-20 ബക്കറ്റ് വെള്ളമാക്കാം. ഇതിപ്പോൾ ഇതാക്കി വെച്ചാൽ ഒരു 20 ബക്കറ്റ് വെള്ളം നമുക്ക് ഇതിൽ പറ്റും. ഇത് കടലപ്പൊടിയാണ്. ഇത് കണ്ടില്ലേ, കടലപ്പൊടി. ഇത് കണ്ടോ, ഇത് ഇളക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ അരച്ച് ഒതുക്കിക്കൊണ്ടുവന്നു. ഇത് കടലപ്പൊടി ഇല്ലേ. പിന്നെ ഇത് 2 അണി ബെല്ലം. ഇതെന്തിനാ ബെല്ലം ഇടുന്നതെന്ന് വെച്ചാൽ വലിയ അണിയാണ്. അത് ഇടുന്നതിന് വെച്ചാൽ അത് പിന്നെ പുഴു വരാണ്ടിരിക്കാനാണ്. ഇത് ഇളക്കണം. ഇതിപ്പോൾ എന്തെല്ലാം വെച്ചാൽ ഇതിൽ വേപ്പും ചപ്പ്, പിന്നെ കരിവേപ്പില, പിന്നെ ബസള ചീര, പിന്നെ ചീമക്കൊന്ന, കപ്പച്ചട്ടി, ഇതെല്ലാം കൂടി അരച്ചിട്ട് ഉണങ്ങിയിട്ട് ഇതിപ്പോൾ ഞാൻ ഒഴിക്കട്ടെ. എന്താ ഇതേപോലെ ഒഴിച്ചു. ഇനിയിപ്പോൾ ഇതെന്നാ വെച്ചാൽ ഇത് പച്ചച്ചാണകം കണ്ടില്ലേ, ഇത് പച്ചച്ചാണകം. ഇതും കൂടി ഞാൻ ഒഴിക്കട്ടെ. ഇത് ഇനിയിപ്പോൾ ഒരു 5 ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് എടുത്തിട്ട് അടിക്കാം. ഇത് ഞാനിപ്പോൾ ഇവിടെ താഴെ സാസ് വെക്കാം. ഇതിൻ്റെ അകത്ത് ഇതെന്താ വേണ്ട വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിക്കണം. ഞാൻ അവിടുന്ന് വെള്ളം ഒഴിക്കാമല്ലോ. ഇനിയിപ്പം കുറച്ച് വെള്ളം ഒഴിക്കണം. ഞാൻ വെള്ളം എടുത്തിട്ട് വരട്ടെ, വെള്ളം ഇരിക്കട്ടെ, എനിക്ക് കാണിച്ചു തരാം. ഇത് അങ്ങനെ തന്നെ ഇട്ടാൽ അരിയൂല, അതുകൊണ്ടാണ് ഇതിങ്ങനെ ഞാൻ അരച്ചിട്ട് ആക്കിയതിൻ്റെ കാര്യം. അരച്ചിട്ടാക്കിയാലെന്ന ഗുണം എന്ന് വെച്ചാൽ വേഗം ഇത് പിന്നെ ക്ഷണം അലിഞ്ഞ് ചേരും. ആ ഉള്ള സത്ത് തേച്ച് ഇങ്ങോട്ട് തേച്ച് കിട്ടും. അല്ലെങ്കിൽ ഒരു ചപ്പ് വേറെ തന്നെ ഒഴിഞ്ഞ് ചാടേണ്ടി വരും. ഇതാകുമ്പോൾ ഒന്നും വേണ്ട, ഇതിൽ കലക്കിയിൽ ഒഴിച്ച് കൊടുക്കേ വേണ്ടു, വേറെ ഒന്നും വേണ്ട. കണ്ടില്ലേ, ഇതേപോലെ അതിൽ നിറച്ചുപാടെ ആക്കി വെച്ചാൽ 10-20 ബക്കറ്റ് വെള്ളത്തിൽ കൂട്ടായത്. അത്രയും നേർങ്ങനെ അടിക്കണ്ടു. നല്ല ശക്തിയുള്ള വളമാണ് ഈ വളം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് അറിയില്ല. പച്ചക്കറി എങ്ങനെയാ പായുന്നുള്ളത് അത്രക്കും പച്ചക്കറി ആയിരിക്കും, അത്രക്കും നല്ലതാണ്. മരുന്ന് പോലെയാണ്, വളം പോലെ, രണ്ടും കൂടിയാണ്. മരുന്നിൻ്റെ എല്ലാ പരിപാടിയും ഉണ്ട്. ഞാൻ ഇതിൽ നിറച്ചു അടിച്ചിട്ട് കാണിച്ചു തരാം. 5 ദിവസമായി ഇത് കലക്കി വെച്ചിട്ട്. ഇത് പഴത്തിൻ്റെ തോല് ഞാനൊന്ന് പഴം ചേർത്തിട്ട് അരക്കാൻ മറന്നുപോയി. അതും കൂടി ഞാൻ ഇതിൽ ചേർക്കട്ടെ. ഇത് ഞാൻ അരച്ചിട്ട് വേറെ എടുത്ത് വെച്ചതാണ്. അതന്ന് പറയാൻ മറന്നുപോയി. ഞാൻ വേറെ അരച്ച് വെക്കും ഇതിന്. അതുകൊണ്ട് പിന്നെ ഇത് അരച്ച് വെച്ച് 5 ദിവസമായി. ഇത് ഞാൻ ഇങ്ങനെ രാവിലെയും വൈകുന്നേരം ഇളക്കി വെച്ചിട്ട് ഇതിലിപ്പോൾ ഇതേപോലെ ഇളക്കി വെച്ചിട്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടാ. ഇത് കണ്ടില്ലേ, ഇതേപോലെ. ഇതിലെന്തെല്ലാം വെച്ചാൽ പച്ച ചാണകമുണ്ട്, വേപ്പ് പിണ്ണാക്കുണ്ട്, കടലപ്പിണ്ണാക്കുണ്ട്, പിന്നെ വേപ്പിൻ ചപ്പുണ്ട്,
പിന്നെ കരിവേപ്പില ചപ്പുണ്ട്, പിന്നെ ഭക്ഷണ ചീരേൻ്റെ ചപ്പുണ്ട്, പിന്നെ സീമക്കൊന്നേൻ്റെ ചപ്പുണ്ട്. ഇതെല്ലാം കൂടിയാണ് ഞാനിതിവിടെ പുതിർത്ത് വെച്ച് അരച്ചിട്ടുള്ളത്. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ 5 ദിവസമായി. ഇത് ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു കപ്പിന് 10 ലിറ്റർ നോക്കട്ടെ, എത്ര വേണ്ടി വരും നോക്കട്ടെ. നേർപ്പിച്ചിട്ടേ മേടിക്കാൻ പാടുള്ളൂ. നല്ല ശക്തി ഉണ്ടാവും ഇതിന്. അതുകൊണ്ട് വളരെ നേർപ്പിച്ചിട്ട് 2 ദിവസം കൂടുമ്പോൾ അടിച്ചു കൊടുത്താലും സാരമില്ല. ഞാനിപ്പോൾ ഇതിനകത്ത് ഒരു കപ്പ് ഇപ്പോൾ എടുക്കട്ടെ. ഒരു കപ്പ് എടുത്തിട്ട് ഇതിലൊഴിക്കട്ടെ. ഒരു കപ്പ് എടുത്തിട്ട് നിങ്ങളിതെല്ലാം ശ്രദ്ധിച്ചിട്ട് നോക്കിയിട്ട് മാത്രമേ ഉപയോഗിക്കാവൂ. ശരിക്കും മനസ്സിലാക്കണം. ഇതിൽ പഴത്തിൻ്റെ പഴവും കൂടി ഞാൻ അരച്ചിട്ട് ഇതിൽ ചേർത്തിട്ടുണ്ട്. അതാണ് ഞാൻ പച്ചച്ചാണകവും എല്ലാം കൂടി, വേപ്പ് പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് എല്ലാം കൂടി ഒഴിച്ചിട്ടാണ് ഇത്. നല്ല കണ്ട ഇങ്ങനെ കട്ടിയുള്ള സാധനം, കണ്ട ഇങ്ങനെ കട്ടിയുണ്ട് ഭയങ്കരം. അതുകൊണ്ട് ഞാൻ ഒരു കപ്പ് എടുക്കട്ടെ. ഇതിൽ 10 കപ്പ് ഒഴിച്ച് നോക്കട്ടെ. ഇത് എത്ര ഒഴിക്കട്ടെ നോക്കട്ടെ. വെള്ളം നോക്കിയിട്ട് അത് കട്ടീൻ്റെ ഇതുപോലെയാണ്. 1 2 3 4 5 6 7 8 9 10. ഇത്രയും മതി കേട്ടോ. ഇത്ര മതി കേട്ടോ. ഇതേപോലെ നേർപ്പിച്ചിട്ട് 10 ലിറ്റർ 10-1 ആക്കിയാൽ മതി. ഇത്രേ കട്ടി, ഈ കട്ടിയുണ്ട് ഇത് കേട്ടാ, ഇങ്ങനെ കട്ടിയുണ്ട്. ഈ കട്ടിയുള്ളത് 10 ഇരട്ടി വെള്ളം ചേർത്തിട്ടാണ് ഞാനിപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കും കേട്ടോ. നല്ല നേർങ്ങനെ അതിന് ഇതേപോലെ നേർങ്ങനെ ആവണം. നമ്മൾ കണ്ടില്ലേ, ഇതുപോലെ ആവണം. ഇതിപ്പം ഞാൻ ഇനി ഒഴിച്ചു കൊടുത്തിട്ട് കാണിച്ചു തരാമല്ലോ. ഞാൻ തക്കാളിക്ക് ഒഴിക്കാം കേട്ടോ. തക്കാളിക്ക് ഒഴിച്ചു തരാം. ഉണ്ടല്ലേ, ഇതേപോലെ ഞാൻ ഒഴിച്ചു കൊടുക്കട്ടെ. തക്കാളിക്ക് ഒഴിക്കാം. ഇത് കണ്ടില്ലേ, ഇതിവിടെ കാണൽ കുറവാ. ഇതിവിടെ ഇങ്ങനെ ഇല്ലതുകൊണ്ട് ഇത് ഞാനിടാ ഇതിലൊഴിക്കട്ടെ. തക്കാളിക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല വള. ഇത് തക്കാളി പൂക്കാൻ തുടങ്ങി. ഇപ്പം 3ാമത് നട്ട തക്കാളി പൂക്കാൻ തുടങ്ങി. ഇതിൽ ഓരോ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പോരാതെ വെള്ളം വേണമെങ്കിൽ കുറച്ച് ഇത് നനച്ചപാടന്നെ കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക മേലെ കൂടി. എന്നാൽ ഒന്നും പേടിക്കണ്ട, ടൗണിൽ പോയി എന്നൊന്നും വിചാരിക്കണ്ട. ഉണ്ടല്ലേ, ഇതേപോലെ ഒഴിച്ചു കൊടുക്കട്ടെ. ഈ തക്കാളിക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ഇതിപ്പം വേണമെങ്കിൽ ഇപ്പം തന്നെ, അഥവാ എവിടെയെങ്കിലും മുട്ടിപ്പോയിട്ടുണ്ടെങ്കിലോ, അതുകൊണ്ട് കുറച്ച് പച്ചവെള്ളം കൂടി ഇപ്പം തന്നെ ഞാൻ അടിച്ചു കൊടുക്കും. എന്താ വെച്ചാൽ അഥവാ ഇതിന് പശയെടെങ്കിലും വേരിനങ്ങ് തട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ആവണ്ടെന്ന് വിചാരിച്ചിട്ട്. ഉണ്ടല്ലേ, ഇത് കണ്ടല്ലോ, നല്ല ഉഷാറായിട്ട് പാഞ്ഞോളൂ. ഇനി നമ്മൾ പച്ചക്കറിക്ക് നല്ലൊരു അടിപൊളി ഇതായിട്ട് വരും. ഇത് ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായ വീഡിയോ